നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1983, 1969, 1976, 1986. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് 1969-നാണ്. സൗരയൂഥത്തിലെ ഏത് ഗ്രഹമാണ് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്? നെപ്റ്റ്യൂൺ, യുറാനസ്, ഭൂമി, ശുക്രൻ. ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി. ഫൈലേറിയ ഉണ്ടാക്കുന്നത്? വൈറസ്, പ്രോട്ടോസോവ, കൊതുക്, ബാക്ടീരിയ. ഫൈലേറിയ എന്ന രോഗം ഉണ്ടാക്കുന്നത് ഏതാണ്? ഫൈലേറിയ എന്ന രോഗമുണ്ടാക്കുന്നത് കൊതുകുകളാണ്. ഫാത്തോമീറ്റർ എന്ത് അളക്കാൻ ഉപയോഗിക്കുന്നു? ശബ്ദ തീവ്രത, സമുദ്രത്തിൻ്റെ ആഴം, മഴ, ഭൂകമ്പങ്ങൾ. ഫാത്തോമീറ്റർ ഉപയോഗിക്കുന്നത് സമുദ്രത്തിൻ്റെ ആഴം അളക്കാനാണ്. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ 2 വിമാനങ്ങൾ ഭീകരർ ഇടിച്ചിറക്കിയത് ഏത് വർഷമാണ്? 2003, 2002, 2001, 2000. 2001-ലായിരുന്നു. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ ആകെ എണ്ണം 30 ട്രില്യൺ, 25 ട്രില്യൺ, 20 ട്രില്യൺ, 15 ട്രില്യൺ. 30 ട്രില്യൺ ആണ്. ഏത് സീസണിൽ നമുക്ക് കൂടുതൽ കൊഴുപ്പ് ആവശ്യമാണ്? വേനൽക്കാലം, ശീതകാലം, വസന്തകാലം, ശരത്കാലം. മനുഷ്യന് കൂടുതൽ കൊഴുപ്പ് ആവശ്യമായത് ശീതകാലത്തിലാണ്. പ്രായപൂർത്തിയായ നായയ്ക്ക് എത്ര പല്ലുകൾ ഉണ്ട്? 42, 38, 34, 32. പ്രായപൂർത്തിയായ ഒരു നായയ്ക്ക് 42 പല്ലുകൾ കാണപ്പെടും. ബ്രസീൽ എത്ര തവണ ലോകകപ്പ് നേടിയിട്ടുണ്ട്? 5 തവണ, 4 തവണ, 3 തവണ, 8 തവണ. ബ്രസീൽ 5 തവണ ലോകകപ്പ് നേടിയിട്ടുണ്ട്. മതിൽ 2 ഭാഗങ്ങളായി വിഭജിച്ച രാജ്യം? പോളണ്ട്, ഓസ്ട്രിയ, ജർമ്മനി, ഫ്രാൻസ്. ജർമ്മനിയാണ് ശരിയായ ഉത്തരം. തോമസ് എഡിസൺ താഴെ പറയുന്നവയിൽ ഏതാണ് കണ്ടുപിടിച്ചത്? റോക്കറ്റ്, കമ്പ്യൂട്ടർ, ടെലിഫോൺ, ബൾബ്. തോമസ് എഡിസൺ കണ്ടുപിടിച്ചത് ബൾബാണ്. ചൈനീസ് സംസ്കാരത്തിൽ ധൈര്യത്തിൻ്റെയും ധീരതയുടെയും പ്രതീകമായ മൃഗം? കരടി, കഴുകൻ, ഡ്രാഗൺ, ലിയോ. ഡ്രാഗണാണ് ശരിയായ ഉത്തരം. ചൈനയുടെ പ്രതീകമായ മൃഗം ഏത്? ലിയോ, കടുവ, ആന, പാണ്ട. ചൈനയുടെ പ്രതീകമായി അവർ കണക്കാക്കുന്നത് പാണ്ടയാണ്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഒളിമ്പിക് ഗെയിംസിൻ്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്ന രാജ്യം? ചൈന, ഈജിപ്ത്, റോം, ഗ്രീസ്. ഒളിമ്പിക് ഗെയിംസിൻ്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്ന രാജ്യം ഗ്രീസാണ്. കലണ്ടറിലെ ഏറ്റവും ചെറിയ മാസം ഏത്? ഡിസംബർ, മാർച്ച്, ഫെബ്രുവരി, ജനുവരി. കലണ്ടറിലെ ഏറ്റവും ചെറിയ മാസമാണ് ജനുവരി. ഈ മൃഗങ്ങളിൽ ഏതാണ് ചാടാൻ കഴിയാത്തത്? കങ്കാരു, പാമ്പ്, കുതിര, പൂച്ച. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാടാൻ കഴിയാത്തത് പാമ്പിനാണ്. ആധുനിക പരിണാമ സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകൻ ആര്? മേരി ക്യൂറി, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, ചാൾസ് ഡാർവിൻ. ആധുനിക പരിണാമ സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകൻ
ചാൾസ് ഡാർവിനാണ്. USA ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ജെയിംസ് മാഡിസൺ, തോമസ് ജെഫേഴ്സൺ, ജോൺ ആഡംസ്, ജോർജ് വാഷിംഗ്ടൺ. USA ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ്. റഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേരെന്ത്? അമുർ, നെവ, ലെന, വോൾഗ. റഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ലെന നദിയാണ്. ഈജിപ്തിൽ ഏത് നഗരമാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടൻ, ബാഗ്ദാദ്, കെയ്റോ, ഏതൻസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കെയ്റോ. ബാസ്കറ്റ്ബോൾ ഗെയിമിൻ്റെ ഓരോ വശത്തും എത്ര കളിക്കാർ ഉണ്ട്? 5, 6, 8, 10. ഓരോ വശത്തും 5 കളിക്കാരാണുള്ളത്. മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏത്? പാമ്പ്, പൂച്ച, ഒട്ടകം, നായ. മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഒട്ടകം. ഇറ്റലിയുടെ തലസ്ഥാനം ഏത് നഗരമാണ്? മിലാൻ, റോം, ഫ്ലോറൻസ്, വെനീസ്. ഇറ്റലിയുടെ തലസ്ഥാന നഗരമാണ് റോം. ഇതിൽ ഏത് കെട്ടിടമാണ് ഇന്ത്യയിലുള്ളത്? വൻമതിൽ, താജ്മഹൽ, കൊളോസിയം, ഈഫൽ ടവർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലുള്ള കെട്ടിടം താജ്മഹലാണ്. ബർമ്മ രാജ്യത്തിൻ്റെ പുതിയ പേര് എന്ത്? മ്യാൻമാർ, ശ്രീലങ്ക, കംബോഡിയ, സിലോൺ. ബർമ്മ രാജ്യത്തിൻ്റെ പുതിയ പേര് മ്യാൻമാർ എന്നാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? വില്യം ബെൻഡിക്, കേണൽ മൺറോ, എലിസബത്ത് രാജ്ഞി, വെല്ലസി പ്രഭു. വില്യം ബെൻഡിക്കാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി ആര്? ഉറൂബ്, ജി ശങ്കരക്കുറുപ്പ്, വള്ളത്തോൾ, വയലാർ. ജി ശങ്കരക്കുറുപ്പായിരുന്നു. മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ, ചന്ദ്രശേഖരൻ നായർ, TN ശേഷൻ, വി ശാന്തറാം. ഡോക്ടർ വർഗീസ് കുര്യൻ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം എന്ത്? കാൽസ്യം സൾഫേറ്റ് എന്നാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയ വർഷം ഏത്? 1860, 1861, 1863, 1865. 1861 ലോകത്തിലെ ഇന്നേ വരെയുള്ള പുഷ്പങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേത്? സൂര്യകാന്തി, മഡോലിയ, ഡാലിയ, റോസ. ലോകത്തിലെ ഇത്രയും നാളത്തെ പുഷ്പങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള പുഷ്പമെന്ന് അറിയപ്പെടുന്ന പുഷ്പമാണ് മഡോലിയ. മനുഷ്യരക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്രയാണ്? 90 ദിവസം, 100 ദിവസം, 120 ദിവസം, 115 ദിവസം. 120 ദിവസമാണ്. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ജീവി ഏത്? മയിൽ, മാൻ, പൂമ്പാറ്റ, പ്രാവ്. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ജീവിയാണ് പൂമ്പാറ്റ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെ? സ്പെയിൻ, നെതർലാൻഡ്, റഷ്യ, സ്വിറ്റ്സർലാൻഡ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലാൻഡിലാണ്. നാണയത്തുട്ടുകൾ ഇല്ലാത്ത രാജ്യമേത്? റോമോ, സുരിനോം, പരാഗ്വേ, സുക്രി. നാണയത്തുട്ടുകൾ ഇല്ലാത്ത രാജ്യമാണ് പരാഗ്വേ.
ബ്രസീലിലെ പ്രധാന ഭാഷ ഏത്? പോർച്ചുഗീസ്, ഗീബ്രു, കൊറിയ, ലാറ്റിൻ. ബ്രസീലിലെ പ്രധാന ഭാഷയാണ് പോർച്ചുഗീസ് ഭാഷ. ഉർ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ട സുപ്രധാന നഗരമാണ്? മെസപ്പൊട്ടോമിയൻ, കാണ്ഡ, മലയ, ഫുനാൻ. മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടത്. ഒരു നിറം മാത്രമുള്ള ദേശീയ പതാകയുള്ള രാജ്യം ഏത്? ബ്രസീൽ, അർജന്റീന, ചിലി, ലിബിയ. ഒരു നിറം മാത്രമുള്ള ദേശീയ പതാകയുള്ള രാജ്യമാണ് ലിബിയ. കൊച്ചി തുറമുഖ വികസനത്തിന് സഹായിച്ച രാജ്യം ഏത്? ജപ്പാൻ, ഇറാൻ, പേർഷ്യ, റഷ്യ. കൊച്ചി തുറമുഖ വികസനത്തിന് സഹായിച്ച രാജ്യമാണ് ജപ്പാൻ. നീലക്കുറിഞ്ഞി പൂക്കുന്ന സ്ഥലമേത്? മൂന്നാർ, മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. നീലക്കുറിഞ്ഞി പൂക്കുന്ന സ്ഥലം ഏത്? മൂന്നാറിലാണ്. കേരളത്തിൽ വൈഡൂര്യ ഖനനം ചെയ്യുന്ന സ്ഥലം ഏത്? പാലക്കാട്, ശാസ്താംകോട്ട, ഇടുക്കി, നെടുമങ്ങാട്. വൈഡൂര്യ ഖനനം ചെയ്യുന്ന കേരളത്തിലെ സ്ഥലമാണ് നെടുമങ്ങാട്. ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? ചെണ്ട, ഇടയ്ക്ക, മിഴാവ്, ഓടക്കുഴൽ. ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? യമൻ, ചിലി, ബാർസിലോണ, സാൻ മാരിയോ. യമനിലാണ്. മുനി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? സന്യാസി, മഹർഷി, ധ്യാനം അനുഷ്ഠിക്കുന്നവൻ, കുലപതി. മുനി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ധ്യാനം അനുഷ്ഠിക്കുന്നവൻ എന്നാണ്. കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം ഏത്? ഓഡിയോഗ്രാഫ്, നെതർഗ്രാഫ്, പോളിഗ്രാഫ്, വൺഗ്രാഫ്. കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് പോളിഗ്രാഫ്. IQ എത്രയിൽ താഴുമ്പോഴാണ് ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നത്? 50, 60, 65, 70. IQ 70-ൽ താഴുമ്പോൾ. നട്ടെല്ലില്ലാത്ത ജീവികളുടെ പൊതുവായ പേരെന്ത്? അകശേരുകി, സിഫർ, ക്ലെനോ, കാർട്ടീഷ്യൻ. നട്ടെല്ലില്ലാത്ത ജീവികളുടെ പൊതുവായ പേര് അകശേരുകി എന്നാണ്. 1 ഗ്രാം കൊഴുപ്പിൽ നിന്നും ലഭിക്കുന്ന കലോറിയുടെ അളവ് എത്ര? 6 കിലോ കലോറി, 5 കിലോ കലോറി, 9 കിലോ കലോറി, 10 കിലോ കലോറി. 9 കിലോ കലോറിയാണ്. ആൽഫ്രഡ് നോബൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽഫ്രഡ് നോബൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിൽ ഏറ്റവും അധികം ക്ലോറോഫ്ലോറോ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കംബോഡിയ. ചൈനയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശങ്കർ, മോഹൻകുമാർ, ധീരജ്, ധ്യാൻചന്ദ്. ശങ്കറാണ് ശരിയായ ഉത്തരം. ഒരു നേരത്ത് ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന പക്ഷി ഏത്? പാട്രിഡ്ജാണ് ശരിയായ ഉത്തരം. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ എത്ര അംഗങ്ങളുടെ എണ്ണം വേണം? 50, 40, 45, 55. 50 അംഗങ്ങളുടെ. കേരളത്തിൽ തീവണ്ടി പാതകൾ ഇല്ലാത്ത ജില്ല ഏത്? പത്തനംതിട്ട, വയനാട്, കൊല്ലം, പാലക്കാട്. കേരളത്തിൽ തീവണ്ടി പാതകൾ ഇല്ലാത്ത ജില്ലയാണ് വയനാട്.
മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ കൂടാതെ ധാതുക്കളുടെയും ആവശ്യമുണ്ട്. ഇത്തരം ധാതുക്കളിൽ ഇരുമ്പിൻ്റെ ഉപയോഗം എന്ത്? തൈറോക്സിൻ നിർമ്മാണം, എല്ല് നിർമ്മാണം, ഹീമോഗ്ലോബിൻ ഉൽപ്പാദനമാണ്. തിരുവിതാംകൂർ മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ആയ വ്യക്തിയാര്? EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, C കേശവൻ, R ശങ്കർ. പട്ടം താണുപിള്ളയായിരുന്നു. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു, ചരൺ സിംഗ്, ലാൽ ബഹദൂർ ശാസ്ത്രി, മൊറാർജി ദേശായി. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം രൂപം കൊണ്ടത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏത്? ബൊളീവിയ, മാൾവിയ, തിബറ്റ്, കൊളംബിയ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ് തിബറ്റ്. സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആഫ്രിക്ക, ചൈന, ഇന്ത്യ, റഷ്യ. ഏത് രാജ്യത്താണ് സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കയിലാണ്. ആരോഗ്യം എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത്? രോഗമില്ലാത്ത അവസ്ഥ, മാനസിക സന്തോഷം, തടിച്ച ശരീരം, ഉയർന്ന ജീവിത നിലവാരം. രോഗമില്ലാത്ത അവസ്ഥയെ. ഇസ്ലാം മതത്തിനു മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ മതമേതായിരുന്നു? ക്രിസ്തുമതം, ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം. ഇസ്ലാം മതത്തിനു മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ മതം ബുദ്ധമതമായിരുന്നു. സാന്താക്ലോസിൻ്റെ പേരായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് സെന്റ് അഗസ്റ്റിനോസ്, സെന്റ് നിക്കോളാസ്, സെന്റ് ജോർജ്, സെന്റ് മാർത്തോമ. സെന്റ് നിക്കോളാസ് ആണ്. ഏത് വർഷമാണ് കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും ഉണ്ടായത്? 1947, 1949, 1945, 1943. 1949 ആനമുത്ത് എന്ന കൃതി ആരുടേതാണ്? ഒളപ്പമണ്ണ, തകഴി ശിവശങ്കര പണിക്കർ, ചങ്ങമ്പുഴ, ഇരയിമ്മൻ തമ്പി. ആനമുത്ത് എന്ന കൃതി ഒളപ്പമണ്ണയുടെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആര്? അബ്ദുൽ കലാം, HK ബാബ, CV രാമൻ, KC ബോസ്. HJ ബാബയാണ്. കപ്പൽ കടൽ വെള്ളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത്? ഉയരും, താഴും, വെള്ളത്തിൽ കൂടുതലായി താഴും, യാതൊരു മാറ്റവുമില്ല. കപ്പൽ കടൽ വെള്ളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉയരും. ആഫ്രിക്കയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ജിബ്രൾട്ടർ, പാക് കടലിടുക്ക്, പയാമ. ഇവയൊന്നുമല്ല. ആഫ്രിക്കയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ജിബ്രൾട്ടർ. കേന്ദ്ര സർക്കാർ കുടുംബ കോടതികൾ തുടങ്ങിയ വർഷമേത്? 1986, 1987, 1988, 1989. 1986 പേൾ ഹാർബർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? തൂത്തുക്കുടി, നാഗ്പൂർ, ബാംഗ്ലൂർ, മുംബൈ. പേൾ ഹാർബർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം തൂത്തുക്കുടിയാണ്. സീതാരാമൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ചങ്ങമ്പുഴ, P ശ്രീധരൻ പിള്ള, NP ചെല്ലപ്പൻ നായർ, കുഞ്ചൻ നമ്പ്യാർ. P ശ്രീധരൻ പിള്ളയാണ്. CV രാമൻ്റെ ജന്മസ്ഥലം എവിടെ? ഗോവ, കർണാടക, തമിഴ്നാട്, വഞ്ചിയൂർ. CV രാമൻ്റെ ജന്മസ്ഥലം ഏത്? തമിഴ്നാടാണ് CV രാമൻ്റെ ജന്മസ്ഥലം. രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി ആര്?
KR നാരായണൻ, CM സ്റ്റീഫൻ, KM പണിക്കർ, VV ഗിരി. രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണനാണ്. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെടുന്ന തുറമുഖം എവിടെയായിരുന്നു? കണ്ണൂർ, കാസർഗോഡ്, തലശ്ശേരി, മാഹി. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെടുന്ന തുറമുഖം കണ്ണൂർ ജില്ലയിലായിരുന്നു. തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? 1980, 1982, 1984, 1988. 1982 കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രം ഏത്? പാലക്കാട്, കോഴിക്കോട്, ആലുവ, എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രം ആലുവയാണ്. പാറ്റ്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സരയൂ, യമുന, ഗംഗ, ചമ്പൽ. പാറ്റ്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഗംഗാ നദിയുടെ തീരത്ത്. ഇന്ത്യയിൽ തീവണ്ടി നടപ്പിലാക്കിയ വൈസ്രോയി ആര്? മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് തുഗ്ലക്ക്, ഡൽഹൌസി പ്രഭു, പ്രശാന്ത് ചന്ദ്ര. ഇന്ത്യയിൽ തീവണ്ടി നടപ്പിലാക്കിയ വൈസ്രോയി ഡൽഹൌസി പ്രഭുവായിരുന്നു. പ്രതിധ്വനികളെ വിശകലനം ചെയ്യാൻ കഴിവുള്ള ജീവി ഏത്? ഡോൾഫിൻ, ഹിപ്പോപ്പൊട്ടാമസ്, നീരാളി, കടൽ പശു. പ്രതിധ്വനികളെ വിശകലനം ചെയ്യാൻ കഴിവുള്ള ജീവിയാണ് നീരാളി. ശരീരത്തിലെ രക്തചംക്രമണത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പ് ഏത്? അണലി, മൂർഖൻ, രാജവെമ്പാല, പെരുമ്പാമ്പ്. രക്തചംക്രമണത്തെ ബാധിക്കുന്ന പാമ്പാണ് അണലി. കൂടുതൽ ബീഫ് കഴിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം ഏത്? ഹൃദയം, നഖം, വൃക്ക, മുടി. കൂടുതൽ ബീഫ് കഴിക്കുന്നവരിൽ നശിക്കുന്ന ശരീരഭാഗമാണ് വൃക്ക. ക്യാൻസർ സാധ്യത കൂടുതലുള്ള രക്തഗ്രൂപ്പ് ഏത്? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. ക്യാൻസർ സാധ്യത കൂടുതലുള്ള രക്തഗ്രൂപ്പാണ് എ ഗ്രൂപ്പ്. പുരുഷ ഹോർമോൺ കൂട്ടുന്ന മത്സ്യം ഏത്? അയല, മത്തി, കണവ, സ്രാവ്. പുരുഷ ഹോർമോൺ കൂട്ടുന്ന മത്സ്യമാണ് സ്രാവ്. പേവിഷബാധയുള്ള പശു ഭയക്കുന്നത് എന്തിനെയാണ്? നിറം, പുല്ല്, മഴ, ശബ്ദം. പേവിഷബാധ ഏറ്റ ഒരു പശു ഭയക്കുന്നത് ശബ്ദത്തെയാണ്. പുരുഷന്മാരിൽ രോമവളർച്ച കൂടുതലായി കാണപ്പെടുന്ന ഭാഗം? താടി, മുടി, നെഞ്ച്, വൃഷ്ണം. പുരുഷന്മാരിൽ രോമവളർച്ച കൂടുതലായി കാണപ്പെടുന്നത് താടിയിലാണ്. ജനന സമയത്തെ ശിശുക്കളുടെ കണ്ണിൻ്റെ നിറം എന്ത്? നീല, ചുവപ്പ്, മഞ്ഞ, പച്ച. ജനന സമയത്തെ ശിശുക്കളുടെ കണ്ണിൻ്റെ നിറം നീലയായിരിക്കും. പൊണ്ണത്തടിയുള്ളവർക്ക് ഏത് സെൻസാണ് കുറയുന്നത്? കാഴ്ച, കേൾവി, രുചി, മണം. പൊണ്ണത്തടിയുള്ളവർക്ക് കുറയുന്ന സെൻസാണ് കേൾവി. സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന നിറം ഏത്? ചുവപ്പ് നിറം, നീല നിറം, കറുപ്പ്, മഞ്ഞ നിറം. സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന നിറമാണ് ചുവപ്പ്. വൈദ്യുതി കൂടുതൽ ആക്കുന്ന ഉപകരണം ഏത്? AC, ബൾബ്, ഹീറ്റർ, ഫ്രിഡ്ജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈദ്യുതി കൂടുതൽ ആവശ്യമായത് ഹീറ്ററിനാണ്. മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒഴിഞ്ഞു പോകുന്ന ജീവി ഏത്? എലി, പാറ്റ, ഉറുമ്പ്, പഴുതാര. മഞ്ഞൾപ്പൊടി ഇടുന്നതിലൂടെ ഒഴിവായിപ്പോകുന്ന ജീവിയാണ് ഉറുമ്പ്. ബഹുനേത്ര എന്നറിയപ്പെടുന്നത് എന്താണ്? കരിമ്പ്, കൈതച്ചക്ക, ആപ്പിൾ, മുന്തിരി.
താഴെ പറയുന്നവയിൽ ബഹുനേത്ര എന്നറിയപ്പെടുന്നത് കൈതച്ചക്കയാണ്. കിഴക്കിൻ്റെ മരതക നാട് എന്നറിയപ്പെടുന്നത് കാശ്മീർ, പഞ്ചാബ്, ഗോവ, ബീഹാർ. കിഴക്കിൻ്റെ മരതക നാട് എന്നറിയപ്പെടുന്നത് ഗോവയാണ്. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം, വൃക്ക, ഹൃദയം, കണ്ണ്. ഒരു മനുഷ്യൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ്. തുമ്മുമ്പോൾ പ്രവർത്തനരഹിതമാകുന്ന അവയവം ഏത്? കരൾ, വൃക്ക, ഹൃദയം, മസ്തിഷ്കം. മില്ലി സെക്കൻഡുകൾ തുമ്മുമ്പോൾ ഹൃദയം നിശ്ചലമാകുന്നു. ജലദോഷത്തിന് ഉത്തമ ഔഷധമായ ജീവകം ഏത്? ജീവകം സി, ജീവകം ബി, ജീവകം എ, ജീവകം കെ. ജീവകം സി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലേക്ക് പുളി കൊണ്ടുവന്ന വിദേശികൾ ആര്? ബ്രിട്ടീഷ്, ചൈനീസ്, ഡച്ചുകാർ, അറബികൾ. ഇന്ത്യയിലേക്ക് പുളി കൊണ്ടുവന്ന വിദേശികളാണ് അറബികൾ. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്ര? 300 ml, 200 ml, 100 ml, 250 ml. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് 300 ml ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവം ഏത്? ശ്വാസകോശം, കരൾ, വൃക്ക, കണ്ണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവം കണ്ണാണ്. ഞണ്ണാണി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. ഞള്ളാണി എന്നത് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലവുമായി ബന്ധപ്പെട്ടതാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ ഏറ്റവും കഴിവുള്ള ജീവി ഏത്? തേനീച്ച, ഒച്ച്, ഓന്ത്, പൂമ്പാറ്റ. നിറങ്ങൾ തിരിച്ചറിയാൻ ഏറ്റവും കഴിവുള്ള ജീവി തേനീച്ചയാണ്. ആരോഗ്യമുള്ള യോനിയുടെ രുചി എന്തായിരിക്കും? പുളി, ഉപ്പിൻ്റെ രുചി, സോപ്പിൻ്റെ, കയ്പ്പ്. ആരോഗ്യമുള്ള യോനിയുടെ രുചി എന്ന് പറയുന്നത് പുളിപ്പ് ആയിരിക്കും.